പ്രാർത്ഥനയാകട്ടെ. Nadani Madi
മനസ്സിലാക്കുവാൻ ഈ ലോകത്തിൽ നമ്മുടെ മുൻപിൽ ദൈവം വച്ചിരിക്കുന്ന ഓട്ടം ഓടി തികയ്ക്കുവാൻ ദൈവത്തിന്റെ കൃപയല്ല. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. ജീവവചന പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ദൈവിക അരുളപ്പാടുകൾ ഭയഭക്തിയോടെ പ്രാവർത്തികമാക്കുക എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. പ്രാർത്ഥനയോടെ ദൈവവചന കേൾവിയിലേക്ക് പ്രവേശിക്കും. കുടപ്പിറപ്പുകളെ, ആത്മാവില്ലാത്ത ശരീരം വെറും നിർജീവ വസ്തു മാത്രമാണ്. അതുപോലെ തന്നെയാണ് പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും, അതും നിർജീവമായതാണ്. ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്ന ഒരു പരമസത്യം പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമായത് എന്നുള്ളതാണ്. ആത്മാവില്ലാത്ത ശരീരം ആത്മീയമായി മരിച്ചതാണ്. അതുപോലെ തന്നെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം മരിച്ച വിശ്വാസമാണ്. മൃതാവസ്ഥയിലുള്ള വിശ്വാസം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. പ്രവൃത്തിയുള്ള വിശ്വാസത്തിന് ഉത്തമ ഉദാഹരണമാണ് നോഹ എന്ന ദൈവ മനുഷ്യന്റെ പ്രവൃത്തിയുടെ പ്രത്യേകതകൾ. ദൈവം തനിക്ക് കൊടുത്ത അരുളപ്പാടിൽ താൻ പൂർണ്ണമായി വിശ്വസിച്ചു. ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ടൊരു പെട്ടകം പണിതു. ദൈവിക അരുളപ്പാടിൽ വിശ്വസിച്ചവന്റെ കരം ഭയഭക്തിയാൽ ചലിച്ചു എന്ന് നാം ആ ഭാഗത്തു നിന്ന് മനസ്സിലാക്കണം. പ്രിയരെ, ദൈവിക അരുളപ്പാട് ദൈവഭയമുള്ള ഒരു ദൈവപൈതലിന് ദൈവം നൽകുന്ന അവസരങ്ങളാണ്. അത് അവിശ്വസിക്കാതെ, അത് ചോദ്യം ചെയ്യപ്പെടാതെ, അതിന്മേൽ തടസ്സവാദങ്ങൾ ഉന്നയിക്കാതെ, അസാധ്യതകളും പ്രതികൂലങ്ങളും കണ്ട് ഭയപ്പെടാതെ അനുസരിക്കുന്നവനാണ് ദൈവത്താൽ മാനിക്കപ്പെടുന്നത്. ഏതൊരു ദൈവ പൈതലിനും അതിനുള്ള അവസരങ്ങൾ ദൈവം നൽകുന്നുണ്ട്. ദൈവിക അരുളപ്പാടിനെ ചോദ്യം ചെയ്യാതെ വിശ്വസിച്ച നോഹ അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. വിശ്വാസം നോഹയുടെ ഹൃദയത്തെ ധൈര്യപ്പെടുത്തി. വിശ്വാസം നോഹയുടെ അധരങ്ങളെ കൊണ്ട് പ്രസംഗിപ്പിച്ചു. വിശ്വാസം നോഹയുടെ കരങ്ങളെ കൊണ്ട് പ്രവർത്തിപ്പിച്ചു. വിശ്വാസം നോഹയുടെ കാലുകളെ ബലപ്പെടുത്തി. നോഹയിൽ നിറഞ്ഞു നിന്ന വിശ്വാസം പെട്ടകം പണി എന്ന പ്രവൃത്തിയായി പ്രതിഫലിച്ചു. ആ പെട്ടകത്തിന്റെ പണി ഒരു നിസ്സാര കാര്യം അല്ലായിരുന്നു എന്ന് നാം അറിയുക. പെട്ടകം പണി ദൈവത്തിന്റെ കാര്യമായി നോഹ ഏറ്റെടുത്ത് ചെയ്ത് അത് പൂർത്തീകരിച്ചു. വെല്ലുവിളികൾ ധാരാളം ഉണ്ടായിരുന്നുവെങ്കിലും ദൈവത്തോടുള്ള ഭയഭക്തി നിമിത്തം അതൊന്നും താൻ കാര്യമായി എടുത്തില്ല. പരിഹാസവും ഭാരിച്ച അധ്വാനവും നീണ്ട കാലയളവും വലിയ പ്രതികൂലങ്ങളും ചുറ്റുമുയരുന്ന അവിശ്വാസങ്ങളും ഒന്നും തൻ്റെ പണിക്ക് തടസ്സം വരുത്തുവാൻ അനുവദിച്ചിരുന്നില്ല. ദൈവത്തിൻ്റെ പണി ശുഷ്കാന്തിയോട് താൻ നിർവഹിച്ചു. ദൈവം ഏൽപ്പിച്ചത് ഉത്തരവാദിത്വത്തോടെ ചെയ്യുന്നവരെ ലോകം ഭോഷന്മാർ എന്ന് വിളിച്ച് ആക്ഷേപിക്കും. എന്നാൽ ദൈവിക അരുളപ്പാട് നിവർത്തീകരിക്കുന്നതിൽ ശുഷ്കാന്തി കാട്ടുന്നവർ, ആ ശുഷ്കാന്തി കാട്ടുന്നവൻ മൂലം ദൈവനാമം മഹത്വപ്പെട്ടുകൊണ്ടേയിരിക്കും. അതൊരു സത്യമാണ്. നോഹയുടെ വിശ്വാസവും അതിൻ്റെ പ്രവൃത്തി നിമിത്തം തൻ്റെ കുടുംബത്തിന് രക്ഷ വരുത്തുവാൻ തനിക്ക് കഴിയും. തൻ്റെ പ്രവൃത്തിയാൽ വിലയേറിയ ചില കാര്യങ്ങൾ സാധ്യമായി. രക്ഷ, സാക്ഷ്യം, നീതി എന്നീ വിലമതിക്കാനാകാത്ത കാര്യങ്ങളാണ് തൻ്റെ പ്രവൃത്തിയാൽ, ദൈവിക അരുളപ്പാടിനോടുള്ള വിശ്വസ്തതയാൽ തനിക്ക് നേടാൻ കഴിഞ്ഞത്. തൻ്റെ പ്രവൃത്തിയിലൂടെ താൻ ലോകത്തെ കുറ്റം വിധിക്കുകയും നീതീകരണമെന്ന വിലമതിക്കാനാകാത്ത ദാനം വിശ്വാസത്താൽ പ്രാപിക്കുകയും ചെയ്തു. ദൈവിക അരുളപ്പാട് കേട്ടവനായ നോഹ ഭയഭക്തിയോടെ അത് അനുസരിച്ചപ്പോൾ താനും തൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുവാനാണ് ഇടയായത്. ദൈവിക അരുളപ്പാടുകൾ പ്രിയരെ ദൈവം നമുക്ക് നൽകി തരുന്നത് നാം അനുസരിക്കുവാനും ആ അനുസരണത്തിൽ കൂടി നാം രക്ഷ പ്രാപിക്കുവാനും
നാം സാക്ഷികളായി തീരുവാനും നാം നീതീകരണം നേടുവാനും വേണ്ടിയായിട്ടാണ് എന്ന് തിരിച്ചറിഞ്ഞ് നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലകൊള്ളണം. മനുഷ്യരെയും ചുറ്റുപാടുകളെയും ഭയക്കുന്നവന് ദൈവിക അരുളപ്പാടുകൾക്ക് അനുസരണം വരുത്തുവാനാകുകയില്ല. മനുഷ്യനെ ഭയക്കുന്നവന് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനോ ഭയഭക്തിയോടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പാനോ കഴിയുകയില്ല എന്ന് തിരിച്ചറിയണം. എന്നാൽ ദൈവത്തെ ഭയപ്പെടുന്നവന് മനുഷ്യനെ ഭയപ്പെടേണ്ടി വരില്ല. ഭയഭക്തിയുള്ളവൻ ദൈവിക അരുളപ്പാടുകൾ ഏറ്റെടുത്ത് അനുസരിക്കുകയും രക്ഷ പ്രാപിക്കുകയും ചെയ്യുമ്പോൾ, ഭയഭക്തി ഇല്ലാത്തവർ മനുഷ്യരുടെ മാനം അന്വേഷിക്കുകയും സ്വന്തം മോഹങ്ങൾക്ക് അനുസരിച്ച് നടക്കുന്നവരാകുകയും പരിഹാസികളായിത്തീരുകയും അവസാനം നശിക്കുന്നവരുടെ കൂട്ടത്തിൽ അകപ്പെട്ട് നശിച്ചു പോവുകയും ചെയ്യുന്നു എന്നുള്ള സത്യമാണ് ദൈവവചനം ഈ പ്രഭാതത്തിൽ നോഹയുടെ അനുഭവത്തിൽ കൂടി, നോഹയുടെ വിശ്വാസത്തിന്റെ പ്രവൃത്തിയുടെ സാധ്യതകൾ കൂടി നമ്മളെ പഠിപ്പിക്കുന്നു. നാം ചെയ്യേണ്ടുന്ന വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ ദൈവിക അരുളപ്പാടിന്റെ വെളിച്ചത്തിലുള്ളതായി തീരുവാൻ ശ്രമിക്കുക. നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ചുറ്റുമുള്ളവർ പരിഹസിക്കുമ്പോൾ, നമ്മുടെ വിശ്വാസത്തിന്റെ പ്രവൃത്തികളെ അവർ അവിശ്വാസത്തോടെയോ സംശയത്തോടെയോ ഒക്കെ വീക്ഷിക്കുമ്പോൾ, പരിഹാസത്തോടെ വീക്ഷിക്കുമ്പോൾ, പ്രിയര്, നമ്മുടെ ഹൃദയം നോഹയുടെ ഹൃദയത്തിൽ ഭയഭക്തി നിറഞ്ഞതുപോലെ ഭയഭക്തി നിറയുവാൻ അനുവദിക്കുക. നോഹയ്ക്ക് തൻ്റെയും കുടുംബത്തിൻ്റെയും രക്ഷയ്ക്കായി ഒരു പെട്ടകം ഉണ്ടാക്കുവാനുള്ള അരുളപ്പാട് ദൈവത്തിൽ നിന്നുണ്ടായപ്പോൾ താൻ അത് കേൾക്കുകയും അപ്പോൾ തന്നെ ഹൃദയത്തിൽ വിശ്വസിക്കുകയും തൻ്റെ കൈകൾ അത് പണികയും ചെയ്യുവാൻ ഇടയായതുപോലെ നാമും ദൈവിക അരുളപ്പാടുകളോട് പ്രതികരിക്കുന്നവരായി തീരേണ്ടതുണ്ട്. ആ ദൈവിക അരുളപ്പാടുകൾ ഏറ്റെടുത്ത് അനുസരിക്കുന്ന, വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുന്ന, അവരവരുടെ രക്ഷയ്ക്ക്, അവരവരുടെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവസന്നദ്ധിയിൽ വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. ദൈവിക അരുളപ്പാടുകളായിരിക്കണം നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണത്തിലേക്കുള്ള നമ്മുടെ വഴികാട്ടി. കൂടപ്പിറപ്പുകളെ, ഭയഭക്തിയോടെ നമ്മുടെ വിശ്വാസ ജീവിതം നാം നയിക്കണം. പ്രവൃത്തിയുള്ള വിശ്വാസത്തിനുടമകളായി സ്വന്തം മോഹങ്ങൾ ദൈവിക അരുളപ്പാടുകളുടെ പ്രവൃത്തിക്ക് തടസ്സം സൃഷ്ടിക്കുവാൻ ഇടയാക്കാതെ രക്ഷ പ്രാപിച്ചവരുടെ അനുകാരികളായി തീർന്ന് നീതീകരണം നേടുന്നവരായി വിശ്വാസത്തിൽ മുന്നേറുവാൻ താല്പര്യപ്പെടുക. ദൈവമേ, അതിനായി എന്നെ സഹായിക്കണമേ. അങ്ങയുടെ ആത്മാവിനാൽ എന്നെ ബലപ്പെടുത്തണമേ. വിശ്വസിക്കുവാൻ, ദൈവത്തിൻ്റെ ആലോചനകൾ, അരുളപ്പാടുകൾ വിശ്വസിക്കുവാൻ, ആ അരുളപ്പാടുകൾക്കനുസരിച്ച് വിശ്വാസത്തിന്റെ കാഴ്ചപ്പാടുകൾ വയ്ക്കുവാൻ, വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് ദൈവത്തിൻ്റെ ആത്മാവിന്റെ സഹായം ചോദിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിൽ ദൈവവചനത്തിൻ്റെ ആഴമേറിയ ചിന്ത ഞങ്ങളെ കേൾപ്പിച്ച വൻകൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. വചനം കേട്ട അങ്ങയുടെ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും പരിശുദ്ധനെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ, വിശ്വാസത്തിന്റെ കാഴ്ചപ്പാടുകൾ വയ്ക്കുവാൻ, കർത്താവെ ദൈവിക അരുളപ്പാടുകളെ ചോദ്യം ചെയ്യാതെ അനുസരിക്കാൻ, വിശ്വാസത്തിന്റെ പ്രവൃത്തിക്കായി എൻ്റെ കുഞ്ഞുങ്ങൾ താല്പര്യപ്പെടുമ്പോൾ, കാഴ്ചപ്പാടുകളെ വയ്ക്കുമ്പോൾ, അവരുടെ കൈകളെ അതിനുവേണ്ടി ചലിപ്പിക്കുമ്പോൾ, പരിഹാസത്തിന്റെ അനുഭവങ്ങൾ, നിന്ദയുടെ, വെല്ലുവിളികളുടെ, ദുഷിയുടെ ഒക്കെ അനുഭവങ്ങൾ നേരിടേണ്ടി വരും. ഭയപ്പെട്ട് പിന്മാറിപ്പോകാതെ നോഹയുടെ ഹൃദയത്തിൽ വിശ്വാസം നിറഞ്ഞതുപോലെ ഭയഭക്തിയോടെ നോഹയുടെ ഹൃദയം നിറഞ്ഞ ദൈവത്തെ അനുസരിച്ചതുപോലെ ദൈവത്തെ അനുസരിക്കുവാൻ, ദൈവത്തെ മാനിക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കണമേ. പ്രാർത്ഥിക്കുന്ന, സമർപ്പിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവിൻ്റെ കൃപ ഏറിയ അളവിൽ പകരണമേ. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ട് കർത്താവ് ഈ ദിവസങ്ങളിൽ അപ്രകാരം കാഴ്ചപ്പാടുകൾ വയ്ക്കാൻ, ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. മഹത്വം അങ്ങയ്ക്ക്. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നപ്പ ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.
ശത്രുക്കളെ ജയിക്കുവാൻ ഒരു കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ കർത്താവേ. ഒരിക്കലായി വരവേൽപ്പിച്ച വിശ്വാസത്തെ കാക്കുവാൻ ഈ ലോകത്തിൽ നമ്മുടെ മുൻപിൽ ദൈവം വച്ചിരിക്കുന്ന ഓട്ടം ഓടി തികയ്ക്കുവാൻ ദൈവത്തിന്റെ കൃപയല്ല